എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മുഖവുരയില്ലാതെ റൂമിലേക്ക് കയറി ചെന്ന് ആയുഷ് ജൂലിയോട് പറഞ്ഞു. ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുകയായിരുന്ന ജൂലി എന്തെന്ന ഭാവത്തോടെ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. എനിക്കിവിടെ ഇരിക്കാമോ? അവൻ സോഫയിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു. ആയുഷ് എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇരിക്കൂ. ഞാൻ മാത്രം ഇരുന്നാൽ പോരാ, ആ കസേര നീക്കിയിട്ട് ജൂലിയും ഇരിക്കണം. ആയുഷ് സോഫയിലിരുന്നതും മുന്നിലെ കസേരയിൽ ജൂലിയും ഇരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോടോ? ചോദിക്ക്. എനിക്ക് പറയാനുള്ളത് വേണുവേട്ടനെ കുറിച്ചാണ്. എല്ലാവരുടെയും കണ്ണിൽ വേണുവേട്ടൻ എൻ്റെ വീട്ടിലെ കാര്യസ്ഥൻ്റെ മകനാണ്. ചില സമയങ്ങളിൽ കാര്യസ്ഥ പണിയും ചെയ്യും. ഓഫീസിലെ കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വേണുവേട്ടനാണ് മാനേജർ. കുറച്ചുനാൾ സുഖമില്ലാതെ വേണുവേട്ടൻ തറവാട്ടിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഞാനടക്കം അവിടെയുള്ള പലരും അനുഭവിച്ചറിഞ്ഞു വേണുവേട്ടൻ്റെ വിലയെന്താണെന്ന്. എനിക്ക് വേണുവേട്ടൻ വെറും ഒരു കാര്യസ്ഥൻ്റെ മകനല്ല, എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, കൂടെപ്പിറപ്പാണ്, സന്തത സഹചാരിയാണ്. എന്നിലെ നന്മതിന്മകളെ മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരാൻ എൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും മുൻപന്തിയിൽ നിന്നവൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് വേണുവേട്ടൻ. അങ്ങേരുടെ മനസ്സൊന്ന് വേദനിച്ചാൽ വേദനിപ്പിച്ചത് ആരായാലും അടങ്ങിയിരിക്കില്ല ഞാൻ. പിന്നെ കൈയും കാലും പൊട്ടി വേണുവേട്ടൻ കിടന്നിട്ടുണ്ടെങ്കിൽ അത് വേണുവേട്ടൻ്റെ ഒരു പശ്ചാത്താപമായി കണക്കിലെടുത്ത് ഞാനങ്ങ് ക്ഷമിച്ചു. അല്ലാതെ ജോലിയുടെ നിർദ്ദേശപ്രകാരം കൈയും കാലും ഒടിച്ചതാണെന്ന് ഞാൻ അറിയാതെയല്ല. ഇനി ഞാൻ പറയുന്നതാണ് ശരിക്കും കാര്യം. ഒരു മറയും കൂടാതെ തുറന്നു പറയുകയാണ് ഞാൻ. എൻ്റെ വേണുവേട്ടന് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ കലിപ്പും വേണുവേട്ടൻ്റെ സോഫ്റ്റും തമ്മിൽ എന്താ ഒരു ചേരായിക പോലെ. ഞാനൊന്ന് ചോദിക്കട്ടെ, വേണുവേട്ടനെ സ്നേഹിക്കാൻ കഴിയുന്ന, വേണുവേട്ടനോട് കയർത്ത് സംസാരിക്കാത്ത, അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന, സുഖദുഃഖങ്ങളിൽ ഒരുപോലെ പങ്കുചേരുന്ന നല്ലൊരു ഭാര്യയാകാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ തിരിച്ചതുപോലൊരു ഭർത്താവാകാൻ എൻ്റെ വേണുവേട്ടനും കഴിയും. ആയുഷ് ജൂലിയുടെ മുഖത്തേക്ക് നോക്കി. ജൂലിയുടെ മിഴികൾ അറിയാതെ താഴ്ന്നു പോയി. തല ഉയർത്താതെ തന്നെ അവൾ പതിയെ പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നുമില്ല ആയുഷ്. എനിക്ക് ഞാൻ തന്നെ ഇട്ട ഒരു ആവരണമായിരുന്നു ആ ദേഷ്യം. ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്കെൻ്റെ അലക്സിച്ചായനെ. എന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. ജീവിച്ച് കൊതി തീർന്നില്ലായിരുന്നു ഞങ്ങൾക്ക്. അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തപ്പോൾ ഞാൻ മാനസികമായി തകർന്നുപോയി. അടച്ചിട്ട മുറിക്കുള്ളിൽ എൻ്റെ ദിനരാത്രങ്ങൾ എണ്ണി തീർത്തു ഞാൻ. പട്ടിണി കിടന്ന് എൻ്റെ ജീവനെ തന്നെ ഇല്ലാതാക്കാൻ ഒത്തിരി കൊതിച്ച നാളുകളായിരുന്നു അത്. അവിടെ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് അവനാ, സാം. അവനോട് വഴക്കടിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയത്. അവനും അതിൽ എതിർപ്പില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി ആ ദേഷ്യം എൻ്റെ കൂടെ കൂടി. പിഴുതു മാറ്റാൻ കഴിയാത്ത സ്വഭാവമൊന്നുമല്ല അത്. വെറുതെ വഴക്കടിച്ച് സാമിൻ്റെ അപ്പനെ വിളിക്കുമ്പോൾ എൻ്റെ മാനിച്ചായൻ്റെ മുഖത്തുണ്ടാകുന്ന നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ട്. അതേ ചിരി ഞാൻ എൻ്റെ ചേട്ടത്തിയുടെ മുഖത്തും കാണാറുണ്ട്. അവരുടെ എല്ലാം കണ്ണിൽ അന്നേരം വിടരുന്നത് ഒരേ ഭാവമായിരുന്നു. ചീത്ത വിളിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ കുട്ടി തിരിച്ചു വന്നല്ലോ ജീവിതത്തിലേക്ക്. അവരുടെ മുഖത്തെ ആശ്വാസം പിന്നെയും പിന്നെയും കാണാൻ വേണ്ടി ഞാൻ അവനുമായി കൂടുതൽ വഴക്കിടാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഓക്കെയാണ് ആയുഷ്. ഇന്ന് ദേഷ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ ആ വേദനയെ മറികടന്നു. ഇനി ഞാൻ ആയുഷിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. കുറച്ചുനാൾ അദ്ദേഹത്തെ പരിചരിച്ചതിനാലാകാം എൻ്റെ അലക്സിച്ചായന് പകരം അങ്ങേരെൻ്റെ മനസ്സിലേക്ക് കയറിയത്. ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് എൻ്റെ മനസ്സും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് എൻ്റെ ഇച്ചായന്മാർക്കും സാമിനും വേണുവേട്ടനും സമ്മതമാണെങ്കിൽ മാത്രം. ആയുഷ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവരുടെ സമ്മതം എനിക്ക് വിട്ടേക്ക്. പിന്നെ ഞാനിപ്പോൾ എന്താ വിളിക്കുക? അപ്പച്ചി എന്നാണോ ഏട്ടത്തി എന്നാണോ? അന്നേരം ജോലിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആയുഷ് ഇത്ര നേരം എന്നെ വിളിച്ചതെന്താ? അത് തന്നെ ഇനിയും വിളിച്ചാൽ മതി. എൻ്റെ വേണുവേട്ടൻ്റെ ഭാര്യയായിട്ട് നിങ്ങൾ വരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് എൻ്റെ ഏട്ടത്തി തന്നെയായിരിക്കും. പ്രായം കൊണ്ടായാലും നിങ്ങൾ എനിക്ക് മുകളിൽ തന്നെയാണ്. എങ്കിൽ പിന്നെ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിൽ പിന്നെ അങ്കിളിനോട് ഞാൻ ഈ കാര്യം സംസാരിക്കട്ടെ. ആയുഷ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും നോക്കി ജോലി അല്പനേരം നിന്നു. അതിനുശേഷം ചെയ്തിരുന്ന ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു. മഞ്ഞയിൽ കറുപ്പ് പൂക്കളുള്ള ഒരു കോട്ടൺ സാരി ചുറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നീണ്ട ചുരുണ്ട മുടി നീളത്തിൽ മെടഞ്ഞിടുകയാണ് ആമി. എവിടേക്കോ പോകാനുള്ള ഒരുക്കം പോലെ. ഇന്നലെ റൂമിൽ നിന്നും വഴക്കിട്ടിറങ്ങിപ്പോയ പൂജ ഈ നേരം വരെ ആമിക്കരികിലേക്ക് വന്നിട്ടില്ല. ഒരുക്കം കഴിഞ്ഞതും അവൾ ഫോൺ എടുത്ത് ആയുഷിനെ വിളിച്ചു. എന്താ ചിറ്റേ? ഫോൺ എടുത്തതും ആയുഷിൻ്റെ ചോദ്യമെത്തി. തലേ ദിവസത്തെ ചിറ്റയുടെ പ്രകടനം മനസ്സിലുണ്ടെങ്കിലും അവളോട് ദേഷ്യം കാണിക്കാൻ ആയുഷിന് കഴിയുന്നില്ലായിരുന്നു. അച്ചു, ഞാൻ എറണാകുളം വരെ പോവുകയാണ്. എവിടെ? ആമി പറഞ്ഞത് പെട്ടെന്നങ്ങ് മനസ്സിലായില്ല ആയുഷിന്. ഞാൻ എറണാകുളം വരെ പോവുകയാണെന്ന്. എന്തിന്? ഞാൻ പഠിച്ചിരുന്ന ലോ കോളേജിൽ ഒന്ന് പോകണം. തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടി എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചറിയണം. അച്ഛൻ സമ്മതിച്ചോ?
ഏട്ടനോട് ഞാനിന്ന് കാലത്ത് സംസാരിച്ചിരുന്നു. പോയിട്ട് വരാൻ പറഞ്ഞു. ചിറ്റ തനിച്ചോ? എന്നും ഇങ്ങനെ മുറിക്കുള്ളിൽ അടയിരിക്കേണ്ടെന്നും ഒറ്റയ്ക്ക് പോയി സ്വന്തം കാര്യങ്ങൾ അന്വേഷിച്ചു വരാനും പറഞ്ഞു. തനിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടോ ചിറ്റയ്ക്ക്? ഇല്ല, ഞാൻ തനിച്ചു പോയിക്കോളാം. നീ ഇതുവരെ ഓഫീസിലേക്ക് ഇറങ്ങിയില്ലേ? ദേ ഇറങ്ങാൻ നിൽക്കുക. ശരി, എന്നാ വച്ചോ. അപ്പുറത്ത് ഫോൺ വെച്ചു എന്ന് മനസ്സിലായിട്ടും ചെവിയിൽ നിന്ന് ഫോൺ എടുക്കാൻ ആയുഷിന് തോന്നിയില്ല. ഒരിക്കലെങ്കിലും ചിറ്റയുടെ നാവിൽ നിന്നും അല്ലിമോൾ എന്തേ എന്ന് ചോദിക്കുമെന്ന് കരുതി. അല്പനേരം അങ്ങനെ നിന്നിട്ട് അവൻ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടു. ആയുഷും അളകയും വേണുവും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ജോണും ജൂലിയും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അകന്നു പോകുന്ന കാറിൽ നിന്നും തലചരിച്ച് വേണു ജൂലിയെ നോക്കുന്നത് ജോൺ കണ്ടിരുന്നു. അന്നേരം അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ അയാൾ മറന്നില്ല. അപ്പോഴയാളുടെ മനസ്സിൽ കുറച്ചു നേരത്തെ ആയുഷ് തന്നോട് സംസാരിച്ച കാര്യങ്ങളാണ്. അങ്ങനെയൊരു മോഹം അവർക്ക് രണ്ടുപേർക്കുമുണ്ടെങ്കിൽ താനെന്തിനെതിര് നിൽക്കണം? മാനിച്ചായനോട് ആലോചിക്കണം, അത്രയേ ഉള്ളൂ. ഇച്ചായൻ എന്തായാലും എതിര് പറയില്ലെന്ന് ഉറപ്പിക്കാം. ഇനിയുള്ള കാലമെങ്കിലും എൻ്റെ കുട്ടി സന്തോഷിക്കട്ടെ. അയാൾ അടുത്തു നിൽക്കുന്ന ജൂലിയുടെ മുടിയിൽ ഒന്ന് തലോടി. അവൾ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരു പുഞ്ചിരിയോടെ ഒന്നുമില്ലെന്ന് അയാൾ കണ്ണടച്ച് കാണിച്ചു. അവളും അയാൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞതും ജോണിൻ്റെ ഫോൺ ശബ്ദിച്ചു. ആമിയുടെ കോളാണല്ലോ. ഫോണിലേക്ക് നോക്കിയതും അയാൾ മനസ്സിൽ പറഞ്ഞു. എന്താ ആമി? ഫോൺ എടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു. പോരുന്നോ? എങ്ങോട്ട്? ഞാൻ എറണാകുളത്ത് നമ്മുടെ ലോ കോളേജിലേക്ക് പോവാണ്. വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാം. ദത്തൻ സമ്മതിച്ചോ? സമ്മതിച്ചു. ശരി, ഞാനും വരാം. എങ്കിൽ തൃശ്ശൂർക്ക് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആമി ഇന്ദിരയോട് യാത്ര പറഞ്ഞു. നീ ഇതെവിടെ പോകുന്നു ആമി? എറണാകുളത്ത് മുൻപ് പഠിച്ചിരുന്ന കോളേജിൽ പോകണം. എന്തിന്? എനിക്കെൻ്റെ പഠനം തുടരണം ഏട്ടത്തി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ദിര അവിശ്വസനീയതയോടെ ആമിയെ നോക്കി. അവിടം വരെ പോകാൻ നീ ഏട്ടൻ്റെ സമ്മതം വാങ്ങിച്ചിരുന്നോ? ആമിയെ ഒരിക്കലും പുറത്തേക്ക് വിടരുതെന്ന് ദത്തൻ്റെ കർശനമായ വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദിര അങ്ങനെ ചോദിച്ചത്. ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സമ്മതവും വാങ്ങി. ആ മറുപടി ഇന്ദിരയ്ക്ക് അത്ര വിശ്വസനീയമായിട്ടില്ലെന്ന് അവരുടെ മുഖം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഏട്ടത്തിക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കോൾ വിളിക്കേണ്ട താമസമല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് ആമി പുറത്തേക്ക് നടന്നു. പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ആമി സ്വയം ഡ്രൈവ് ചെയ്താണ് എറണാകുളത്തിന് പോകുന്നതെന്ന് ഇന്ദിരയ്ക്ക് മനസ്സിലായത്. അവർ ഓടി പൂമുഖത്തെത്തുമ്പോഴേക്കും സെക്യൂരിറ്റി തുറന്നു പിടിച്ച ഗേറ്റിലൂടെ ആമിയുടെ കാർ പുറത്തേക്ക് ഒഴുകി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ തിരക്കെട്ട് റൂമിലെത്തി ഫോണെടുത്ത് ദത്തൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പലവട്ടം വിളിച്ചിട്ടും ഫോൺ പരിധിക്ക് പുറത്താണെന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. നിസ്സഹായതയോടെ അവർ ഫോൺ വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ആമി പറഞ്ഞ സ്ഥലത്ത് ജോൺ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ടൗണിൽ തന്നെയുള്ള പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തു ജോൺ. അതിനുശേഷം ആമിയുടെ കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. രണ്ടുപേരുടെയും മനസ്സ് പൂത്തുലയുകയായിരുന്നു. ആ യാത്ര അവരിരുവരും നന്നായി ആസ്വദിച്ചു. കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ ക്യാബിനിലിരുന്ന് അവർ തുടർ പഠനത്തെക്കുറിച്ച് ആരാഞ്ഞു. 4ാമത്തെ വർഷത്തെ എക്സാമിനുള്ള ഫീസ് അടച്ച അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ഈ വർഷം എക്സാം എഴുതാമെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. എങ്കിൽ അടുത്ത വർഷത്തെ ക്ലാസ്സിന് കയറുകയും ചെയ്യാം. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവരാ ക്യാമ്പസിൽ പണ്ട് നടന്നതുപോലെ കൈകൾ കോർത്തു പിടിച്ച് നടന്നു. അപ്പോഴവർ 24 വർഷം പുറകിലേക്ക് പോയിരുന്നു. ഡോർ ബെല്ലടിക്കുന്നത് കേട്ടാണ് പാർത്ഥസാരഥി ഡോർ തുറന്നത്. മുന്നിൽ നിൽക്കുന്ന സുന്ദരിയെ കണ്ട് അയാളുടെ കണ്ണും കരളും തുടിച്ചു. അവളുടെ ഉടലളവുകൾ എടുക്കുന്ന മിഴികളെ നിയന്ത്രിക്കാൻ പാർത്ഥസാരഥി നന്നേ പണിപ്പെട്ടു. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ സാർ? വശ്യതയാർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. പാർത്ഥസാരഥി ഡോറിനടുത്തു നിന്നും മാറിക്കൊടുത്തു. മുറിക്കുള്ളിൽ മദ്യം തലയ്ക്ക് പിടിച്ച് ചെയറിൽ ചാരി കിടക്കുന്നുണ്ടായിരുന്നു ദത്തൻ. അവളെ കണ്ടതും അയാളൊന്ന് തലയുയർത്തി നോക്കി. ഓ മൈ സിറ്റി ഗേൾ. അയാളുടെ ശബ്ദം കുഴഞ്ഞിരുന്നു. ഇപ്പോൾ സമയം എത്രയായി? നീ എന്താ വരാൻ വൈകിയത്? ഞങ്ങൾ 11 മണി തൊട്ട് നിന്നെ വെയിറ്റ് ചെയ്യുന്നതാ. ഇപ്പോൾ സമയം 5 ആവാറായി. എന്തായാലും അവൻ ഡെഡായി. നമുക്കെന്നാൽ കാര്യപരിപാടിയിലേക്ക് കടക്കാം. അതും പറഞ്ഞ് ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം പാർത്ഥസാരഥി അവളുടെ നേർക്കടുത്തു. സാർ, 1 മിനിറ്റ്. ഒരു പെഗെങ്കിലും അകത്ത് ചെല്ലാതെ എനിക്ക് കാര്യത്തിൽ ഒരു മൂഡ് വരില്ല. പാർത്ഥസാരഥി വിശ്വാസം വരാത്തതുപോലെ അവളെ ഒന്ന് നോക്കി. നീ മദ്യപിക്കുമോ? അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ആ ചിരിക്ക് 7 അഴകാണെന്ന് തോന്നി പാർത്ഥസാരഥിക്ക്. എന്നാ വാ, ഇരിക്ക്, നമുക്ക് ഓരോന്നകത്താക്കാം. അയാൾ ടീപ്പോയിലിരിക്കുന്ന മദ്യക്കുപ്പി കയ്യിലെടുത്തു. അയ്യേ, ഇതൊന്നും ഞാൻ കഴിക്കില്ല. ബാഗിൽ നിന്ന് ഒരു ഫോറിൻ കോപ്പി പുറത്തേക്ക് എടുത്തു അവൾ. നല്ല വിലയുള്ള വിദേശ മദ്യം. അത് കണ്ടതും അയാളുടെ കണ്ണൊന്ന് തുറിച്ചു. നീ ഇത്രയും വില കൂടിയതൊക്കെയാണോ കയറ്റുന്നത്? വെറുതെയല്ല നിനക്ക് ഇത്രയും സൗന്ദര്യം.
അത് കേട്ടവൾ പിന്നെയും ചിരിച്ചു. അവൾ ആ കുപ്പിയിലെ മദ്യം 2 ഗ്ലാസ്സിലേക്ക് പകർത്തി. വെള്ളമൊഴിക്കാൻ നിന്നപ്പോഴേക്കും പാർത്ഥസാരഥി ഗ്ലാസ്സെടുത്ത് അയാളുടെ വായിലേക്ക് ഒറ്റ കമഴ്ത്തായിരുന്നു. എത്ര ഗ്ലാസ് നിറച്ചുവെന്നോ എത്ര ഗ്ലാസ് കുടിച്ചുവെന്നോ അയാൾക്കൊരു ബോധവുമില്ലായിരുന്നു. കണ്ണുകളിലേക്ക് ഇരുട്ട് കയറിയതും അയാൾ അബോധാവസ്ഥയിലായി. പിറ്റേന്നത്തെ പുലരി പിറന്നത് ചൂടുള്ള വാർത്തയും കൊണ്ടാണ്. കോടിക്കണക്കിന് വില വരുന്ന മയക്കുമരുന്നുമായി അഡ്വക്കറ്റ് പാർത്ഥസാരഥി പിടിയിൽ. പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാൾ അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ച് അബോധാവസ്ഥയിലായിരുന്നു. ഓഫീസിലിരിക്കുമ്പോഴാണ് ആയുഷ ആ വാർത്ത അറിയുന്നത്. ഉടനെ തന്നെ റൂമിലെ TV-യിൽ ന്യൂസ് വെച്ച് നോക്കി. പാർത്ഥസാരഥിയെ ഹോട്ടൽ റൂമിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സീൻ. അയാൾക്ക് ശരിക്കും ബോധമില്ലെന്ന് ആയുഷിന് തോന്നി. ചാനലിൽ വാർത്ത വായിക്കുന്നയാൾ നിന്ന് കത്തി കയറുകയാണ്. അവർക്കിപ്പോൾ ഒരു ഇരയെ കിട്ടിയിരിക്കുകയല്ലേ, അത് മാക്സിമം മുതലാക്കും. അവൻ ഫോണെടുത്ത് അമ്മയ്ക്ക് വിളിച്ചു. അമ്മേ, അച്ഛൻ വീട്ടിലില്ലേ? ഇല്ല അച്ചു, അച്ഛൻ ഇന്നലെ കാലത്ത് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോവുകയാണെന്ന് ചോദിച്ചില്ലേ? അത് എന്നെങ്കിലും നിന്റെ അച്ഛൻ പറയാറുണ്ടോ? അമ്മ വച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. അവൻ കോൾ കട്ട് ചെയ്തതിന് ശേഷം ദത്തൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്നാണ് അവന് കിട്ടിയ മറുപടി. ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല ആയുഷിന്. പലവട്ടം വിളിച്ചിട്ടും അത് തന്നെ ഉത്തരം. ഇതെന്തോ കെണിയാണെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ വേഗം സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരൻ മണിയെ വിളിച്ചു. അച്ഛൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപുള്ള ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞ് അവൻ വാട്സാപ്പിൽ നമ്പർ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞതും എറണാകുളം ലൊക്കേഷനാണെന്ന് മണിയുടെ മറുപടി എത്തി. ദത്തൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ആയുഷ് വിളിച്ചു ചോദിച്ചു. എന്നാൽ അവിടെയെങ്ങും അച്ഛനില്ലെന്ന മറുപടിയാണ് അവന് കിട്ടിയത്. പിന്നെ ആയുഷ് വിളിച്ചത് ആദിയെയാണ്. ആദി, നീ വിവരമറിഞ്ഞോ? അറിഞ്ഞു. എന്തായാലും അച്ഛനൊരിക്കലും മയക്കുമരുന്ന് മാഫിയയിൽ തലവെച്ചു കൊടുക്കില്ലെന്ന് എനിക്കുറപ്പാണ്. ഇതാരോ കളിച്ച കളിയാണ്. പലർക്കും കൊട്ടുകൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടും കൊട്ട് കിട്ടുമെന്ന് ഓർക്കണം, ആദി ലാഘവത്തോടെ പറഞ്ഞു. വേറൊരു കാര്യമുണ്ടാതി, എൻ്റെ അച്ഛൻ ഇന്നലെ രാവിലെ മുതൽ മിസ്സിംഗ് ആണ്. വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫും. ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. ഇന്നലെ 2 പേരും കൂടിയാണ് എറണാകുളത്തേക്ക് പോയിട്ടുള്ളത്. എന്നാൽ റൂമിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അച്ഛനെ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ദത്തൻ സാർ എവിടെ പോയി? പാർത്ഥസാരഥിയുടെ കൂടെ അച്ഛനും പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഒരാശ്വാസമായിരുന്നു. 2 കൂടി കുറച്ചു ദിവസം അഴിയെണ്ണട്ടെ എന്ന് വയ്ക്കാം. ഇതിപ്പോ സാർ വാ, നമുക്ക് അന്വേഷിക്കാം. വേണുവേട്ടനോട് മാത്രം കാര്യം പറഞ്ഞ് ആയുഷ് പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി. ഇടയ്ക്ക് നിന്ന് ആദിയെയും കൂട്ടി ആയുഷ് കാർ എറണാകുളത്തിന് വിട്ടു. ഇന്നലെ 2 പേരും നല്ല ചർച്ചയിലായിരുന്നു സാർ. ഒരു മല്ലിക എന്ന പെണ്ണിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഏതു മല്ലിക? ആയുഷ് സംശയത്തോടെ ആദിയെ നോക്കി. അതൊന്നും എനിക്കറിയില്ല. എന്തോ പോക്ക് കേസാണെന്ന് തോന്നുന്നു. പാർത്ഥസാരഥി അത്തരം ഒരു മനുഷ്യനാണെന്ന് തനിക്കറിയാം. പക്ഷേ അച്ഛൻ? പിന്നീട് 2 പേരും അധികമൊന്നും സംസാരിച്ചില്ല. റെയ്ഡ് നടന്ന ഹോട്ടലിലെത്തിയ ആയുഷ്. അവിടെ അപ്പോഴും പോലീസും അന്വേഷണവുമൊക്കെ തന്നെയായിരുന്നു. ഈ സമയത്ത് റിസപ്ഷനിൽ ചെന്ന് തൻ്റെ അച്ഛനുമുണ്ടായിരുന്നോ ആ റൂമിലെന്ന് എങ്ങനെ അന്വേഷിക്കും? അവൻ അവിടെ കിടന്ന ചെയറിൽ പതിയെയിരുന്നു. സാർ, എന്താ ചെയ്യുക? ഈ അവസ്ഥയിൽ നമ്മൾ ഇവരോട് ചോദിക്കണോ? ആദിയും അവൻ്റെ അരികിൽ വന്നിരുന്നു. ഞാനും അതാണ് ചിന്തിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഇവരോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ. ആയുഷ് എന്തോ ആലോചിച്ചതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റു. നീ വാ, നമുക്കിറങ്ങാം. ആയുഷിൻ്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആദിയും അവൻ്റെ പിറകെ നടന്നു. പുറത്ത് കുറച്ച് മാറി നിന്നുകൊണ്ട് ആയുഷ് മണിയെ വിളിച്ചു. മണി, ഞാൻ 2 നമ്പറുകൾ അയച്ചു തരാം. അതിലേക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ നമ്പറിൽ നിന്നും കോൾ വന്നു എന്ന് എനിക്കറിയണം. എന്താ ആയുഷ്, എന്താ കാര്യം? നിന്റെ സ്വരം വല്ലാതിരിക്കുന്നല്ലോ. അവൻ അച്ഛനെ കാണാനില്ലാത്ത കാര്യം മണിയോട് പങ്കുവച്ചു. നീ ടെൻഷൻ അടിക്കാതെ നമ്പർ അയക്ക്, ഞാനിപ്പോൾ എടുത്തു തരാം. ആയുഷ് ദത്തൻ്റെയും പാർത്ഥസാരഥിയുടെയും നമ്പർ മണിക്ക് അയച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞതും മണിയുടെ മെസ്സേജ് എത്തി. ദത്തൻ്റെ കോൾ ഹിസ്റ്ററിയിലൂടെ ആയുഷിൻ്റെ മിഴികൾ അതിദ്രുതം ചലിച്ചു. ദത്തൻ്റെ ഫോണിലേക്ക് പാർത്ഥസാരഥിയുടെ ഫോണിൽ നിന്നും മാത്രമേ കോൾ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ദത്തൻ വിളിച്ചിട്ടുള്ളതും പാർത്ഥസാരഥിക്ക് മാത്രം. എന്നാൽ പാർത്ഥസാരഥിയുടെ കോൾ ഹിസ്റ്ററി നോക്കിയതും ആയുഷിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. പാർത്ഥസാരഥിക്ക് വേറെ 2 നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ആ നമ്പറുകളിലേക്ക് പാർത്ഥസാരഥി തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്. ഒന്ന് മല്ലിക എന്ന പേരിലുള്ള നമ്പറും മറ്റൊന്ന് മുരുകൻ എന്ന പേരിലുള്ള നമ്പറുമായിരുന്നു. ആയുഷ് മല്ലികയുടെ നമ്പർ എടുത്ത് വിളിച്ചു. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അടുത്തത് അവൻ മുരുകൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. കുറേ വട്ടം റിങ് ചെയ്തു എന്നല്ലാതെ അപ്പുറത്ത് കോൾ കണക്റ്റ് ആയില്ല. അവൻ വീണ്ടും വീട്ടിലേക്ക് വിളിച്ച് അച്ഛൻ തിരിച്ചെത്തിയോ എന്ന് അന്വേഷിച്ചു. ഇല്ലെന്നു തന്നെയായിരുന്നു മറുപടി. നിനക്ക് അച്ഛൻ്റെ വിവരമറിയാൻ സ്റ്റേഷനിൽ പോകണ്ടേ? ആയുഷ് ആദിയുടെ നേർക്ക് തിരിഞ്ഞു. എന്തിന്? അവിടെ കിടക്കട്ടെ. മറ്റുള്ളവരെ കുറച്ച് ചതിച്ചതല്ലേ, അവനും അനുഭവിക്കട്ടെ. നീ വാ,
നമുക്ക് പാർത്ഥസാരഥിയെ എങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ചോദിക്കാം. ആയുഷ് ആദിയെയും വിളിച്ച് വീണ്ടും ഹോട്ടലിനുള്ളിലേക്ക് നടന്നു. സാർ ഇവിടെ നിന്നോ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തായാലും എൻ്റെ അച്ഛൻ്റെ കാര്യമല്ലേ, ഇനി ഞാൻ അന്വേഷിച്ചില്ലെന്ന് വേണ്ട. അതോടെ ആയുഷിനെ പുറത്തു നിർത്തി ആദി ഉള്ളിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞതും അവൻ തിരിച്ചു വന്നു. ഇവിടുത്തെ പോലീസാ പൊക്കിയത്. ഞാൻ പാർത്ഥസാരഥിയുടെ മകനാണെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും റിസപ്ഷനിൽ ചോദിച്ചു. കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്നാണ് അവർ മറുപടി പറഞ്ഞത്. പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോൾ അത് സാറിൻ്റെ അച്ഛൻ തന്നെയാണ്. പെട്ടെന്നാണത്രേ കാലത്ത് പോലീസ് റെയ്ഡിനെത്തിയത്. അന്നേരം മുറിക്കുള്ളിൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആദി പറഞ്ഞത് കേട്ട് ആയുഷ് അല്പനേരം ആലോചനയിൽ നിന്നു. ആദി, ഇനി എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിൽ തെറ്റിയോ? അച്ഛൻ കൊടുക്കിയതാണോ പാർത്ഥസാരഥിയെ? സാർ പറഞ്ഞതാണ് ഞാനും ഇപ്പോൾ ആലോചിച്ചത്. നമുക്കേതായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കാം. രണ്ടുപേരും സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പാർത്ഥസാരഥിയെ അന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ് എന്നറിയുന്നത്. പെട്ടെന്ന് തന്നെ ആയുഷ് ഒരു വക്കീലിനെ ഏർപ്പെടുത്തി. CIയെ പേഴ്സണലായി കണ്ട് വിവരങ്ങൾ ആരായാനും മറന്നില്ല. എന്തായാലും ഇന്ന് ജാമ്യം കിട്ടില്ലെന്ന് CI ഉറപ്പിച്ച് പറഞ്ഞു. തന്നെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പാർത്ഥസാരഥി ഒരു വക്കീൽ കൂടിയാണെന്നും ആയുഷ് CIയോട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? ആയുഷിന്റെ മാന്യമായ പെരുമാറ്റം മൂലമാകാം CI പാർത്ഥസാരഥിയെ കാണാൻ അവരെ അനുവദിച്ചു. ലോക്കപ്പിനുള്ളിൽ അപ്പോഴും ഒടിഞ്ഞു തൂങ്ങിയ കഴുത്തുമായി ഇരിക്കുകയാണ് പാർത്ഥസാരഥി. പോലീസ് ലോക്കപ്പ് തുറന്നിട്ടും അയാൾക്ക് താഴെ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പാർത്ഥസാരഥി, അയാളുടെ അരികിൽ ചെന്നു നിന്ന് ആയുഷ് വിളിച്ചു. അയാൾ കനം വെച്ച കൺപോളകൾ ആയാസപ്പെട്ട് തുറന്ന് ആയുഷിനെ നോക്കി. ചതി, അച്ഛൻ. പിന്നെയും അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചതി എന്നല്ലാതെ വേറെ വാക്കുകളൊന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. കോടതിയിൽ പാർത്ഥസാരഥിക്ക് വേണ്ടി ആയുഷിന്റെ ആവശ്യപ്രകാരം വക്കീലെത്തി. എന്നാൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പാർത്ഥസാരഥിയെ 14 ദിവസം റിമാൻഡ് ചെയ്തു. കയ്യിൽ വിലങ്ങ് വെച്ച് പാർത്ഥസാരഥിയെ പോലീസ് കൊണ്ടുപോകുമ്പോഴും അയാളൊന്നും അറിയുന്നില്ല എന്ന് ആയുഷിന് തോന്നി. തിരിച്ചുള്ള യാത്രയിലും അച്ഛനെവിടെയെന്ന ചോദ്യം ആയുഷിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ആദിയെ അവന്റെ വീട്ടിൽ ഇറക്കിയതിനു ശേഷം ആയുഷ് വല്യമംഗലത്തേക്കാണ് ചെന്നത്. അവിടെ എല്ലാവരും പരിഭ്രാന്തരായിരുന്നു. അമ്മയുടെ മുഖം കരഞ്ഞു വീർത്തിരിക്കുന്നതവൻ കണ്ടു. അമ്മയോടും പൂജയോടും സംസാരിച്ചിട്ടും അച്ഛൻ്റെ തിരോധാനത്തിന് വ്യക്തമായ ഒരു ഉത്തരം ആയുഷിന് കിട്ടിയില്ല. അവൻ ആമിയുടെ റൂമിലേക്ക് ചെന്നു. അവൾ അന്നേരം ജനലഴികളിൽ മുഖം ചേർത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ചിറ്റേ, അങ്ങനെ വിളിച്ചുകൊണ്ടവൻ ആമിയുടെ ബെഡിലിരുന്നു. ആമി പതുക്കെ ആയുഷിൻ്റെ അടുത്ത് വന്നിരുന്നു. അവളുടെ മുഖത്ത് വേദന തിങ്ങി നിന്നിരുന്നു. അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും? അവൻ ഇല്ലെന്ന് തലവിലങ്ങനെയാട്ടി. ചിറ്റയെന്ന് കോളേജിൽ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ ശരിക്കും എന്തായിരുന്നു അച്ഛൻ്റെ പ്രതികരണം? ഇന്ന് കാലത്ത് ഞാൻ ഏട്ടൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ തിരക്കിട്ട് എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എറണാകുളത്തേക്കാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ ഞാനും പോരാം, എന്നെ ലോ കോളേജിന് മുന്നിൽ ഇറക്കി തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് പോകണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പോ, എന്നും എപ്പോഴും കൂടെ ആളുണ്ടാവില്ല, സ്വന്തം കാര്യങ്ങൾ അവനവൻ തന്നെ നോക്കണം, എല്ലായ്പ്പോഴും മുറിക്കുള്ളിൽ അടച്ചിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. മുടങ്ങിപ്പോയ പഠനം തുടരാൻ നിനക്കിപ്പോഴെങ്കിലും തോന്നിയല്ലോ, നന്നായി മോളെ. നമ്മുടെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നീ ഒരു വക്കീലാവൂ എന്നത്. അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടാ ഇന്നലെ ഏട്ടൻ ഇവിടെ നിന്നും ഇറങ്ങിയത്. ആമയുടെ കണ്ണുകൾ നിറഞ്ഞു. ചിറ്റ കരയണ്ട, അച്ഛൻ തിരിച്ചു വരും. വേറെയൊന്നും പറയാനില്ലാതെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ആയുഷ് അന്ന് ജോണിൻ്റെ വീട്ടിലേക്ക് പോയില്ല. പകരം വേണുവിനെയും ജോണിനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അളകയെയും അവൻ വിളിച്ചിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തതും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ തന്നെ അവൻ തീരുമാനിച്ചു. സ്റ്റേഷനിൽ SI ആയിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. CI ഉടനെ തന്നെ വരുമെന്നും നേരിട്ട് പറഞ്ഞിട്ട് പോയാൽ മതിയെന്നും SI പറഞ്ഞു. പിന്നെയും അരമണിക്കൂർ സമയമെടുത്തു CI സ്റ്റേഷനിലെത്താൻ. അയാളെ കണ്ടപ്പോഴാണ് അന്ന് വീട്ടിൽ വന്ന CI അല്ലേ ഇതെന്ന് ആയുഷിന് തോന്നിയത്. അന്നയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ രംഗമോർത്ത് ആയുഷ് വല്ലാതെയായി. ആയുഷിനെ കണ്ടതും CI പരിചയഭാവത്തിൽ ചിരിച്ചു. വല്യമംഗലം തറവാട്ടിലെ? അയാൾ പകുതിയിൽ നിർത്തി. അന്നത്തെ സംഭവങ്ങളുടെ പേരിൽ ഞാൻ ആദ്യമേ സാറിനോട് സോറി പറയുന്നു. അത് സാരമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഞാൻ ക്ഷമിച്ചു. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ വന്നത്? അല്ല സാർ, എൻ്റെ അച്ഛൻ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? എന്ന് അവൻ അച്ഛനെ കാണാതായത് മുതൽക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു. പാർത്ഥസാരഥിയുടെ അറസ്റ്റിനെ കുറിച്ചും. എന്തായാലും ആയുഷ് ഒരു പരാതി എഴുതി കൊടുക്കൂ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്ത് വിവരമായാലും ഞാൻ വിളിക്കാം. CIയോട് യാത്ര പറഞ്ഞ് ആയുഷ് അവിടെ നിന്നും ഇറങ്ങി. അന്നത്തെ രാത്രിയിൽ അവൻ ജോണിൻ്റെ വീട്ടിലേക്ക് പോയി. വല്യമംഗലത്തെല്ലാവരും ഊണ് കഴിഞ്ഞുറക്കമായി. രാത്രി 12 മണിക്ക് ആമയുടെ മൊബൈലിൽ അലാറം ശബ്ദിച്ചു. അവൾ വേഗം ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്തു.
അതിനുശേഷം ഉടുത്തിരുന്ന സാരി ഒന്ന് നേരെ പിടിച്ചിട്ടു. നീണ്ട ചുരുണ്ട മുടി നെറുകയിലേക്ക് കയറ്റി കെട്ടിവെച്ചു. എന്നിട്ട് അലമാര തുറന്ന് അതിൽ നിന്നും ഒരു കവർ എടുത്തു. അതിലൊരു പാൻറ്റും ടീഷർട്ടും ഉണ്ടായിരുന്നു. ഉടുത്തിരുന്ന സാരി മാറ്റി അവൾ അതെടുത്തിട്ടു. മേശവലിപ്പിൽ നിന്നും ഒരു സൺഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചു. കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് അവൾ അല്പനേരം നോക്കി നിന്നു. അതിനുശേഷം ഫോണെടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് തിരുകി. റൂമിൽ നിന്നും ഇറങ്ങിയ ആമി റൂമിൻ്റെ ഡോർ പുറമേ നിന്നും കീ ഉപയോഗിച്ച് പൂട്ടി. ശബ്ദമുണ്ടാക്കാതെ ഉമ്മറ വാതിൽ തുറന്നു. പുറത്തുനിന്നും സ്പെയർ കീ ഉപയോഗിച്ച് അവൾ ഡോർ പൂട്ടി. ഗേറ്റിനരികിലേക്ക് അവളുടെ മിഴികൾ നീണ്ടു. സെക്യൂരിറ്റി നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി തെക്ക് ഭാഗത്തെ മതിലിനരികിലേക്ക് ചെന്നു. മതിലിനടുത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മൂവാണ്ടൻ മാവിൻ്റെ കൊമ്പിലൂടെ കയറിയ അവൾ മതിലിന് മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് പതിയെ അപ്പുറത്തെ റോഡിലേക്ക് ചാടി. പുറത്ത് നല്ല നിലാവുണ്ട്. ചീവീടുകളുടെ കാതു തുളയ്ക്കുന്ന ശബ്ദം. അകലെ നിന്നും നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കുന്നുണ്ട്. ആമിക്ക് തെല്ലും ഭയം തോന്നിയില്ല. അവൾ കുറച്ചു ദൂരം നടന്നതും റോഡിൽ പാർക്ക് ചെയ്ത ഒരു കാർ അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. കാറിനടുത്തേക്ക് ചെന്നതും കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിലെ ഡോർ തുറക്കപ്പെട്ടു. അവൾ അതിലേക്ക് കയറിയിരുന്ന് ഡോർ അടച്ചതും കാർ മുന്നോട്ട് നീങ്ങി. ഇനി താൻ കെട്ടിയാടുന്ന വേഷമോർത്ത് ആമിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. എന്നാൽ അവളുടെ മുഖം വലിഞ്ഞു മുറുകെ തന്നെയിരുന്നു.